നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ബ്യൂട്ടി ഗൈഡിൻ്റെ ഫോർത്ത് വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർത്ത് ഓർ ഫിഫ്ത്ത് വീഡിയോ ആണിത്. ഫൗണ്ടേഷൻ ആപ്ലിക്കേഷനെ കുറിച്ച്, ഫൗണ്ടേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാം, എങ്ങനെ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു കൺസീലറിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. കൺസീലറും കളർ കറക്റ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെമോ വീഡിയോ എൻ്റെ അടുത്ത് കുറച്ച് പേര് അന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഉടനെ. കാരണം വെച്ചാൽ എനിക്ക് മൊബൈലിൽ ചെറിയൊരു അപ്ലോഡിങ് ഇഷ്യൂ ഒക്കെ വന്ന കാരണം അതിന് സെറ്റിങ്സ് മാറി കിടക്കുമായിരുന്നു. ഇതിൻ്റെ ആകെ തലവേദനയായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ വന്നു വീഡിയോസ് എല്ലാം. അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വന്നതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. അപ്പോൾ പറ്റുന്നവർ പോയി കാണുക അത്. ഇന്നിപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ റൈറ്റ് ഫൗണ്ടേഷൻ, നമ്മുടെ സ്കിൻ ടോണിന് പറ്റുന്ന കറക്റ്റ് ഫൗണ്ടേഷൻ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാമെന്നൊക്കെയുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം പോരെ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന കറക്റ്റ് ഫൗണ്ടേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം, ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു ബിഗിനേഴ്സ് ഗൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കളർ സ്കിൻ ടോണും അണ്ടർ ടോണും ഒക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത്. അതൊന്ന് പോയി കാണാത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമ്മുടെ കറക്റ്റ് ഷെയ്ഡെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫൗണ്ടേഷനിലോട്ട് കടന്നു കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടെന്നുള്ളതാണ്. പൗഡർ ഫൗണ്ടേഷനുണ്ട്, ലിക്വിഡ് ഫൗണ്ടേഷനുണ്ട്, സ്റ്റിക്ക് ഫൗണ്ടേഷനുണ്ട്. ഞാൻ ബിഗിനേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫൗണ്ടേഷനെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്തപ്പോൾ ഈസി ആയിട്ട് ഫീൽ ചെയ്തതും ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. പൗഡർ ഫൗണ്ടേഷനും ഈ പറഞ്ഞ മാതിരി കുഴപ്പമില്ല, എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്, ആപ്ലിക്കേഷൻ ഈസിയാണ്. പക്ഷേ കുറച്ചും കൂടെ ഒരു പൊടിക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എനിക്ക് പേഴ്സണലി ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. പിന്നെ ഉള്ളത് മൂസ് ഫൗണ്ടേഷൻ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമുക്കൊരു കൺഫ്യൂഷൻ വരണ്ട. ബിഗിനേഴ്സിന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ലത് ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. പിന്നെ കവറേജ് നമ്മൾ നോക്കുക. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് കവറേജ് ഉണ്ട്. ഷിയർ കവറേജ് ഉണ്ട്, മീഡിയം കവറേജ് ഉണ്ട്, ഹെവി കവറേജ് ഉണ്ട്. നമുക്ക് ഷിയർ കവറേജ് എന്ന് പറയുമ്പോൾ ഒരു മൈൽഡ് കവറേജ്, അതായത് ഇപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ ആക്നെ, പിമ്പിൾ മാർക്സ് അങ്ങനെയൊക്കെ ഉള്ള ഫേസ് ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഒരുപാട് നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കവർ ചെയ്താൽ മതി. എന്നാൽ ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ടെന്നുള്ളൊരു പ്രതീതി വരത്തുമില്ല. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം ഷിയർ കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ. മീഡിയം ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കവറേജ് കിട്ടും. ഹെവി ആണെങ്കിൽ അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി മേക്കപ്പ് ഒന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാൾ ഹെവി കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവും എന്തോ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുട്ടിയിട്ട് പോലെയുള്ളൊരു ഫീൽ നമുക്ക് വരും. അതങ്ങനെയാണ്. നമ്മളിപ്പോൾ ഏത് കോസ്റ്റ്ലി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലും അതിൻ്റെ ഹൈ കവറേജിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നമ്മുടെ ഫേസിലിങ്ങനെ തോന്നും. പക്ഷേ അതൊന്നും അല്ലാതെ നാച്ചുറൽ ലുക്ക് നിങ്ങൾക്ക് കിട്ടാനാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഷീർ കവറേജ് ഉള്ളൊരു, അതായത് മൈൽഡ് കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ലൈറ്റ് കവറേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കോട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒരു 5 or few minutes നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾക്കൊരു ഹെവി കവറേജിൻ്റെ ഒരു എഫക്റ്റിലോട്ട് വരില്ല. അപ്പോഴും നമുക്കൊരു നാച്ചുറൽ ലുക്ക് തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. എന്നാൽ അത്യാവശ്യം നിങ്ങളുടെ എന്താ പറയുക പാടുകളും സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഫിനിഷാണ് നോക്കേണ്ടത്. മാറ്റ് ഫിനിഷ് ഉണ്ട്, ഡൂയി ഫിനിഷ് ഉണ്ട്, സാറ്റിൻ ഫിനിഷ് ഉണ്ട്. മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓയിലി സ്കിന്നുകൾക്കുള്ളതാണ് മാറ്റ് ഫിനിഷ്. ഡൂയി എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നാണ്. ഓയിലി സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ, നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരുന്നു, എപ്പോഴും ഫേസിൽ ഓൾറെഡി ഒരു ഗ്ലോ കാണും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡൂയി യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ മാതിരി മേക്കപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓയിലി സ്കിന്നുകാർ എപ്പോഴും മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യുക. ഡ്യൂയി ആണെങ്കിൽ, ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം ഭയങ്കര പാച്ചി ആയിട്ട് അവർക്ക് ഭയങ്കര ഡ്രൈനെസ് കൂടുതലായിരിക്കും ഫേസിൽ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് കൊടുക്കാനും ഒരു ഗ്ലോയി ഒരു എഫക്റ്റ് കിട്ടാനുമാണ് നമ്മൾ ഡ്രൈ സ്കിന്നുകാർ ഡ്യൂയി ഫിനിഷുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ഒത്തിരി പേര് ഓൺലൈനായിട്ട്, ഞാനും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഷോപ്പിൽ തന്നെ പോയി എൻ്റെ കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചു തുടങ്ങിയത്. ഞാൻ പേഴ്സണലി ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് വർക്കിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു 3-4 പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ. അതല്ലാതെ എനിക്ക് പേഴ്സണലി ഞാനിങ്ങനെ ഒത്തിരി റിവ്യൂസ് കണ്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് ഫിറ്റ്മി, മേബിലിൻ്റെ ഫിറ്റ്മി. ഇത് നല്ലതാട്ടോ. ഇത് ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. SPF 22 ഉണ്ട്. എൻ്റെ ഷെയ്ഡ് 312 ആണ്. ഇത് ഞാൻ ഷോപ്പിൽ പോയി ട്രൈ ചെയ്ത് നോക്കി വാങ്ങിയതാണിത്.
എപ്പോഴും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഷോപ്പുകളിൽ പോകുമ്പോൾ അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അവർ ട്രൈ ചെയ്യും. സെയിൽസിൽ നിൽക്കുന്ന കുട്ടികൾ നമ്മളെ കൊണ്ട് അത് എടുപ്പിക്കാനായിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തു. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ലൈറ്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സംഭവം അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ നിന്നിട്ട് നോക്കി കഴിയുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം കാണും. അങ്ങനെ പറ്റിയ ഒരാളാണ് ഞാൻ. ഇത് ഘോഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പുറത്തേക്കുള്ളവർക്ക് അറിയാം. ഞാനത് അബുദാബിയിൽ നിന്ന് വാങ്ങിച്ച സംഭവമാണിത്. ഞാൻ പോയി അപ്ലൈ ചെയ്തതാണ്. എനിക്ക് അവിടെ സെയിൽസിലേക്ക് നിന്നിരുന്ന ആ ലേഡി എനിക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നപ്പോൾ ഞാൻ വാ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച സംഭവം വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ അത് നാച്ചുറൽ ലൈറ്റ് നോക്കുമ്പോൾ ഒരു 2 ഷെയ്ഡ് ലൈറ്ററാണിത്. അപ്പോൾ നമുക്കതിട്ട് കഴിയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കുട്ടിയടിച്ചുള്ള ഒരു ഫീലിംഗ് വരും. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി ഇട്ട് നോക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പിന്നെ അതുപോലെ മെയിനായിട്ടൊരു സംഭവം, നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ സ്വാച്ച് ചെയ്ത് നോക്കുന്ന ഇവിടെയും അവിടെയും ഇവിടെ ഒന്നും സ്വാച്ച് ചെയ്ത് നോക്കരുത്. നമ്മൾ ഫേസിൽ തന്നെ, നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് ഈ കഴുത്തിന് ഇങ്ങോട്ട് വേണം നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കാനായിട്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരുന്ന ഒരു 2-3 ഷെയ്ഡ് ഇതെനിക്ക് ഓക്കെ ആയിരിക്കും തോന്നുന്ന ഷെയ്ഡുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ ഷോർട്സിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇതിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഷോർട്സിൽ നോക്കിയാൽ മതി. കാരണം അത് പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. കാരണം ചിലർക്ക് വന്ന് ഇവിടേക്ക് വന്ന് നമ്മുടെ കൈയുടെയും ഫേസിൻ്റെ നോക്കി കളർ വ്യത്യാസം കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് സ്വാച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടില്ല. നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് നാച്ചുറൽ ലൈറ്റിൽ പോയി നോക്കുക. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഒരു മിറർ എടുത്ത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ നമുക്ക് ഏതാണ് കറക്റ്റ് ഷെയ്ഡ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ അവിടെ ഷോപ്പിൽ ചെന്നിട്ട് അവരുടെ ലൈറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച പോലെ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര ലൈറ്റ് കവറേജാണ്. എന്നാൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ അത്യാവശ്യം നമുക്ക് കവർ ചെയ്യുന്നുമുണ്ട്. പുട്ടിയിട്ട പോലെ ഒരു പ്രതീതി ഒന്നുമില്ല. അടിപൊളി സംഭവമാണിത്. പിന്നെ ഞാൻ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ PACയുടെ 2 ഷെയ്ഡ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടോട്ടെ, അതല്ലാതാണെങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും വാങ്ങിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് നിങ്ങളുടെ ഷെയ്ഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1-2 പ്രാവശ്യം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഷെയ്ഡ് നിങ്ങളുടെ, അതായത് എനിക്ക് തോന്നുന്നു അത്രയും കറക്റ്റായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് മീ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സംഭവമാണ്. ഇതുപോലെ 2 ഷെയ്ഡ് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ PACയുടെ ആണ്. ഞാൻ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് 2 ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മുടെ സ്കിൻ ടോൺ, അണ്ടർ ടോൺ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നിട്ട് ഇതുപോലെ നമ്മൾ ഷോപ്പിൽ പോയി നമ്മൾ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ആ ബോട്ടിൽ കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനിൽ നൈക്കിയിലൊക്കെ എപ്പോഴും ഓഫർ വരുന്നതാണ്. നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഷെയ്ഡ് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഷെയ്ഡ് കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഡെമോൺസ്ട്രേഷൻ ഞാൻ തീർച്ചയായിട്ടും ഇത് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇതൊരു മേജർ പാർട്ടാണ് മേക്കപ്പിൻ്റെ. ഈ ഫൗണ്ടേഷൻ്റെ ഒരു സംഭവം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഓക്സിഡൈസ് ആവാനുള്ള, ചില ഫൗണ്ടേഷൻസ് ഓക്സിഡൈസ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് വരും. ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഗ്രേ പോലെ നമുക്ക് നമ്മുടെ ഫേസ് ഒരുമാതിരി ഇങ്ങനെ ഗ്രേഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ഓക്സിഡൈസ്ഡ് ആവുന്നത് ചില പ്രോഡക്ട്സുകളുടെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഐ ഷാഡോ ഇട്ടിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫോളോ ഔട്ട്സ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. കാരണം ഇങ്ങനെ ചെറിയ അതിൻ്റെ തരികളും ഒക്കെ നമ്മുടെ ഇവിടെയൊക്കെ വീണ് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എപ്പോഴും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം ഈ ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ളതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സായി ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഓയിലി സ്കിന്നുകാരുടെയും ഡ്രൈ സ്കിന്നുകാരുടെയും പറഞ്ഞു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ എപ്പോഴും ശ്രദ്ധിച്ചറിയാം. ഓയിൽ ഈ ഒരു ടീ സോണിൽ എപ്പോഴും ഓയിലി ആയിരിക്കും, ഇവിടെ ഈ ഒരു ഭാഗം ഡ്രൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഡ്യൂയും ഈ ഒരു ഭാഗത്ത് മാറ്റിഫൈങ് ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഷെയ്ഡ് എപ്പോഴും കറക്റ്റ് ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട, യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഫൗണ്ടേഷനെ കുറിച്ചും ബ്യൂട്ടി പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ അണ്ടർടോൺ എങ്ങനെയാണ്, നിങ്ങൾക്ക് വാം അണ്ടർടോൺ, കൂൾ അണ്ടർടോൺ, അല്ലെങ്കിൽ നിങ്ങൾ വാം അണ്ടർടോൺ ഉള്ളവർ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തോ നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം അതല്ല നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് പോയി ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എനിക്ക് പറ്റിയ പോലെ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഡെമോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഇതൊക്കെ തന്നെ ഞാനിപ്പോൾ പലയിടത്തുനിന്നായിട്ട് ഇങ്ങനെ നമുക്കെല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ലല്ലോ, പലയിടത്തുനിന്നായിട്ട് നമ്മൾ അവിടെ നിന്ന് കേട്ട് ശേഖരിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എനിക്ക് ഒരു ആളുടെ വീഡിയോ കണ്ടാൽ എങ്ങനെ മനസ്സിലാവുന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ
അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.